ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടിയായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ. ടെറസിൻ്റെ മുകളിൽ നിറച്ചും ഇലകളൊക്കെ വീണ് കിടക്കണ്ടേ, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളവിടെ ടെറസിൻ്റെ മുകളിൽ നമ്മൾ ചട്ടിയിൽ കുറച്ച് കൂർക്ക, ഇഞ്ചി, മഞ്ഞളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ കൂർക്കയൊക്കെ നമുക്ക് പറിക്കാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞ് വീണ് കിടക്കുകയാണ്. അപ്പോൾ അതുപോലെ ഈ മഞ്ഞളിൻ്റെയൊക്കെ ഇങ്ങനെ ഇലകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ വൃത്തിയാക്കൽ ക്ലീനിങ് പരിപാടിയാണ്. അതുപോലെ നമ്മൾ ടെറസിൻ്റെ മുകളിൽ പായലൊക്കെ പിടിച്ചിട്ട് മഴയില്ലായിരുന്നു ഇത്ര നാളാം. അപ്പോൾ മഴ മാറിയപ്പോൾ ആ പായലൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. വെയിൽ തെളിഞ്ഞപ്പോഴൊക്കെ പൊടിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചുരണ്ടി അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇനി അപ്പം അടുത്ത് ചിലപ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട്, ന്യൂനമർദ്ദമൊക്കെ കയറിയിട്ടുണ്ടെന്ന് പറയണ്ടല്ലോ. അപ്പോൾ ആ മഴ വരുമ്പോൾ ഇതൊക്കെ ഫുള്ള് പൈപ്പിൻ്റെ അവിടെ വന്ന് ഓട്ടറിഞ്ഞിട്ട് വെള്ളം പോകാണ്ട് കെട്ടി നിൽക്കും. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെയൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കൂടെ സഹായത്തിന് മോളും ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾ അതൊക്കെ വാരി കൂട്ടി കൊടുക്കണതൊക്കെ വാരി ചാക്കിലാക്കാനൊക്കെ എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ. മോളാണ് നല്ല വെയിലാണ്. അപ്പം കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമുക്ക് വയ്യാണ്ടാവും. അപ്പോൾ അതുപോലെ ഇപ്പം നല്ല കാറ്റുള്ള കാരണം കുഴപ്പമില്ല. ഇപ്പോൾ കാറ്റ് കാലമായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വലിയ ചൂടുണ്ടെങ്കിലും കാറ്റുള്ള കാരണം നമുക്ക് അത്ര എഫക്റ്റ് ആവണില്ല. അപ്പോൾ കാറ്റത്ത് ഇതൊക്കെ പറന്നു പോയി തുടങ്ങി. അപ്പോൾ അവളൊക്കെ ചുമന്നുകൊണ്ട് നടക്കണ്ടായില്ലേ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനതൊക്കെ അടിച്ച് വൃത്തിയാക്കി അങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ടെറസിൻ്റെ സൺസൈഡിൻ്റെ മുകളിലും നിറച്ചും പാല് പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചുറ്റോറുള്ള സൺസൈഡിൻ്റെ മുകളിലും പായൽ ഇങ്ങനെ പിടിച്ചിരിക്കുക. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി. നമ്മുടെ വീട് റോഡ് സൈഡിലാണ്. അപ്പോൾ എപ്പോഴും ബസ്സൊക്കെ പോകുന്ന റോഡ് സൈഡ് എപ്പോഴും ഭയങ്കര ശബ്ദമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ പിടിക്കാനേ പറ്റില്ല. നമുക്ക് അപ്പോൾ ഈ വണ്ടി പോകുന്ന സൗണ്ടൊക്കെ കേൾക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കണേ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല വെയിലൊക്കെ വന്നപ്പോൾ കുറച്ച് നേരം വിശ്രമിക്കാൻ വേണ്ടി അവിടെ ഇരുന്നു. അപ്പോൾ അവൾ എന്താ പറയുക, കൂർക്കമണിയൊക്കെ കാണിച്ചു കൊടുക്കുക അമ്മ എന്ന് പറഞ്ഞിട്ട് കൂർക്കമണിയുടെ ഒക്കെ വീഡിയോ പിടിച്ച് കാണിക്കുന്നതാണ് കേട്ടോ അതൊക്കെ. അങ്ങനെ അപ്പോൾ നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെയായിട്ട് നമ്മുടെ പള്ളി ഇരിക്കണത് കാണുന്നതാണ് നമ്മുടെ പള്ളി കേട്ടോ. അപ്പോൾ പള്ളിയിൽ പോകാനൊക്കെ നമുക്ക് സുഖം, വേഗം 2 മിനിറ്റ് ഇവിടുന്ന് വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ പള്ളി കാണുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ വേഗം നമ്മൾ വെയിൽ ആറാറായപ്പോഴേക്കും വേഗം ഇതൊക്കെ വൃത്തിയാക്കി ചാക്കി കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾക്കാണെങ്കിൽ മോൾക്കാണെങ്കിൽ ഇപ്പോൾ പായസം കുടിക്കണം അമ്മ, ഞാൻ സേമിയ പായസം കുടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറയാം എന്നാൽ ശരി, ഇത് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് അമ്മയുടെ കൂടെ കൂടുകയാണെങ്കിൽ കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് പായസം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവളും എൻ്റെ കൂടെ വൃത്തിയാക്കാനും അടിച്ചു വാരാനൊക്കെ എൻ്റെ കൂടെ സഹായത്തിനുണ്ട്. അപ്പോൾ അങ്ങനെ അടിച്ച് വൃത്തിയാക്കി വന്നിട്ട് പായസം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അടിച്ച് ക്ലീനിങ്ങൊക്കെ ഒരു വിധത്തിൽ